स्वामी विवेकानंद जी ने भारत के उत्थान के लिए इस देश के साधु महात्माओं को, इस देश के आध्यात्मिक जगत को और इस देश के सामान्य मानवी को यह संदेश दिया था कि आप कुछ समय के लिए अपनी पूजा अर्चना का केंद्र बदल दीजिए। आप अपने भगवान को भूल जाइए, आप जो ईश्वर की पूजा अर्चना करते हैं उससे भूल जाइए और कुछ सालों के लिए सिर्फ भारत माता ही आपका परमात्मा हो, आपके अधिष्ठाता हो और भारत का दरिद्र नारायण यदि आपका परमात्मा हो तो दरिद्र नारायण की सेवा के लिए अपने आप को खपा दीजिए। ये स्वामी विवेकानंद जी ने संदेश दिया था। जब परम पूज्य गुरु जी के जीवन को देखते हैं तब ये विश्वास होता है कि स्वामी विवेकानंद जी के जीवन संदेश को अगर सच्चे अर्थ में किसी ने अपने जीवन में उतारा था तो वो परम पूज्य मानवराव सदाशिवराव गोलवलकर परम पूज्य गुरु जी थे, जिन्होंने अपनी पूरा जीवन भारत मां की सेवा में, भारत के दरिद्र नारायणों की सेवा में विवेकानंद जी की आज्ञा को जीवन भर तपस्या के रूप में चरितार्थ करने का प्रयास किया। स्वामी विवेकानंद ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് നായകനായ സ്വാമി വിവേകാനന്ദൻ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ സന്യാസി വര്യന്മാർക്കും സാംസ്കാരിക നായകന്മാർക്കും ചെയ്തുവേണ്ട സമ്പൂർണ്ണ ഭാരതീയതയുടെ മുമ്പാകെ ഒരു സന്ദേശം വയ്ക്കുകയുണ്ടായി. ആ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങളുടെ പൂജയുടെ, അർച്ചനയുടെ, ആരാധനയുടെ ലക്ഷ്യത്തെ മാറ്റുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജയുടെയും ആരാധനയുടെയും ആ വിഗ്രഹത്തെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുക. പകരം ആ സ്ഥാനത്ത് ഭാരതമാതാവിനെ പ്രതിഷ്ഠിക്കുക, ഭാരതമാതാവിനെ ആരാധിക്കുക. ഭാരതമാതാവിന്റെ തനിസ്വരൂപങ്ങളായ ഭാരതീയരെ, ഈ ഭാരതത്തിലെ ദരിദ്ര നായകന്മാരെ, ഹിന്ദു സമൂഹത്തെ ധരിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. ആ നിലയിൽ നിങ്ങൾ ആരാധന നടത്തണം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശദമായ സന്ദേശം നൽകുകയുണ്ടായി. പരമപൂജനീയ ഗുരുജിയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. സ്വാമി വിവേകാനന്ദൻ ഏതൊരു സന്ദേശമാണോ ഭാരതത്തിലെ സന്യാസി വര്യന്മാർക്കും സാമാന്യ ജനങ്ങളുടെയും മുമ്പാകെ നൽകിയത്, ആ സന്ദേശത്തെ ശരിയായ അർത്ഥത്തിൽ, അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തിലെ പ്രവർത്തനത്തിൽ സാക്ഷാത്കരിച്ചു പരമപൂജനീയ ഗുരുജി. ഭാരതത്തെ ആരാധിക്കുവാൻ, ഭാരതമാതാവിനെ പൂജിക്കുവാൻ, ഭാരതമാതാവിന്റെ പ്രതിസ്വരൂപങ്ങളായ ഈ സമാജത്തെ ദരിദ്ര നാരായണന്മാരെ പൂജിക്കാനും സേവിക്കുവാനുമായി അദ്ദേഹം തന്റെ ജീവിതത്തെ മാറ്റിവെച്ചു. അതുവഴി സ്വാമി വിവേകാനന്ദന്റെ സന്ദേശത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ അദ്ദേഹം സാക്ഷാത്കരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. मैं जब यहाँ आने का मैंने निर्णय किया, मैं यहाँ आपके सामने मुख्यमंत्री के रूप में नहीं आया। मैं बड़े गर्व के साथ कहता हूँ, मैं राष्ट्रीय स्वयंसेवक संघ के और मैं उन भाग्यवान स्वयंसेवकों में हूँ, देश के उन करोड़ों भाग्यवान स्वयंसेवकों में हूँ जिनको परम पूज्य गुरु जी के दर्शन करने का अवसर मिला था, परम पूज्य गुरु जी के सानिध्य का अवसर मिला था, परम पूज्य गुरु जी की बैठकों में बैठने का अवसर मिला था। मैं अपने आप को एक भाग्यशाली स्वयंसेवक मानता। ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി വരുവാൻ തീരുമാനമെടുത്തപ്പോൾ അതൊരിക്കലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനല്ല ഞാൻ വന്നത്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ഇവിടേക്ക് വരുവാൻ തീരുമാനിച്ചത്, ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ തീരുമാനിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഭിമാനിയായ ഒരു സ്വയംസേവക ഞാൻ ഈ നാട്ടിലെ ഒരാളുകൂടി വരുന്ന സ്വയംസേവകരുടെ പ്രതിനിധി എന്ന നിലയിൽ പരമപൂജനീയ ഗുരുജിയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ബോധനങ്ങളും നേരിട്ട് ശ്രമിക്കാനും ഭാഗ്യം സിദ്ധിച്ച അസംഖ്യം സ്വയംസേവകര്, ഭാഗ്യവാന്മാരായ സ്വയംസേവകന്മാരിൽ ഒരാള് എന്ന നിലയിലാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആ നിലയിൽ അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. राष्ट्रीय स्वयंसेवक संघ के स्वयंसेवक के नाते जब मैं अपने जीवन की ओर जोड़ता हूं तो हम सब स्वयंसेवकों को एक सेंस ऑफ मिशन मिलता है, एक विजन मिलता है, हिंदुत्व के प्रति प्रतिबद्धता मिलती है और हम लोगों के मन में राष्ट्रीय स्वयंसेवक संघ के छोटे छोटे कार्यक्रमों के माध्यम से और परम पूज्य गुरु जी ने 32 साल तक जिसको अपने समय के प्रत्येक क्षण से, शरीर के प्रत्येक कण से जिस
व्यवस्था को चिंतित किया था, उस व्यवस्था के तहत हमें प्रेरणा मिलती है और हमारा नित्य संकल्प रहता है राष्ट्रीय स्वयंसेवक संघ के स्वयंसेवक के नाते, और हमारा संकल्प एक रहता है परम वैभवन में तत्पराश्रम। ये भारत माता परम वैभव संकल्प बने, यही एक सपना हमारे दिलों में राष्ट्रीय स्वयंसेवक संघ ने संजोया है। और इसलिए स्वयंसेवक के नाते इस देश की संस्कृति से साथ जुड़ करके, इस देश की धरती के साथ जुड़ करके, इस देश की महान परंपरा को स्वीकार करते हुए, इस देश की महान संस्कृति का गौरव करते हुए, हमारे पूर्वजों ने इस भारत माता के कल्याण के लिए जो महान कार्य किए हैं, वेद से लेकर के विवेकानंद तक जितनी महान चीजें हैं, उन सबको आत्मसात करते हुए अपने जीवन में जो संस्कार मिले हैं, उन संस्कारों के माध्यम से भारत माता को परम वैभव संपन्न बनाने के लिए हम स्वयं जहां हो, जितनी शक्ति हो, जितना अवसर हो, जीवन भर कार्य करने की हमें प्रेरणा मिली है। और एक स्वयं के नाते मैं भी अपनी कोशिश जहां बैठा हूं वहां उस दायित्व को निभाने की कोशिश कर रहा हूं। രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു സ്വയംസേവനം എന്ന നിലയിൽ ഞാൻ എന്നെ നിരീക്ഷിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളെ നിരീക്ഷിക്കുമ്പോഴും ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംഘത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിലൂടെ വ്യവസ്ഥയിലൂടെ നമുക്കെല്ലാവർക്കും മുന്നിൽ ലക്ഷ്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ലക്ഷ്യബോധം, ഒരു ആദർശബോധം, അതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു പ്രതിബദ്ധത നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. സംഘത്തിലൂടെ ലഭിച്ച ആ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള പ്രതിബദ്ധത അതുപയോഗിച്ചുകൊണ്ട് നാടിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. പരമ്പൂജിനെ കുറിച്ച് 32 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഏതൊരു വ്യവസ്ഥയാണ് വളർത്തിയെടുത്തത്, ഏതെല്ലാം ചെറിയ ചെറിയ കാര്യക്രമങ്ങളിലൂടെ, പരിപാടികളിലൂടെ ഏതൊരു വ്യവസ്ഥയെ വളർത്തിയെടുത്തുവോ അതിൽ നിന്ന് ഈ രാഷ്ട്രത്തോടുള്ള ഭക്തിയും ഹിന്ദുത്വത്തോടുള്ള പ്രതിബദ്ധതയും അങ്ങനെ തികഞ്ഞ ഒരു ലക്ഷ്യബോധവും നമുക്ക് ലഭിച്ചു. ആ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും സംഘ സ്വയംസേവകന്മാർ മുഴുവൻ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി, പരമവൈഭവം രാഷ്ട്രം, രാഷ്ട്രത്തിന്റെ പരമവൈഭവം എന്ന ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. സംഘം നമുക്കുള്ളിലേക്ക് പകർന്നു തന്ന വിശിഷ്ടമായ ലക്ഷ്യം അതാണ് രാഷ്ട്രത്തിന്റെ പരമവൈഭവം. ഈ ദേശത്തിന്റെ വിശിഷ്ടമായ സംസ്കാരം, മഹത്വമേറിയതായ പാരമ്പര്യം, ആ പൈതൃകത്തിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്ന ആ വിശിഷ്ടമായ സംസ്കാരത്തിൽ നിന്ന് വേദം മുതൽ വേദാന്തം വരെ നമുക്ക് പറഞ്ഞു തന്ന ആ വിശിഷ്ടമായ സംസ്കാരത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുകയാണ്. ഞാൻ വേറൊരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വയംസേവകരുടെ വേണ്ടി ഈ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടി ഞാനും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്.